കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് മറ്റ് എല്ലാ പാർട്ടികളുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ജോസഫ് ഗ്രൂപ്പിനെ ചതിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ചകൾ വൈകിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ പ്രധാനപ്പെട്ട കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ 5 സീറ്റുകൾ കോൺഗ്രസ് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ കേരള കോൺഗ്രസിന്റെ ശത്രു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളി എന്ന് പറയുന്നത് ഒരിക്കലും CPM അല്ല, BJP അല്ല, കോൺഗ്രസ് തന്നെയാണ്. കോൺഗ്രസ്, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ ചതിച്ചിരിക്കുകയാണ്. ഇതൊരു കൊടും വഞ്ചനയാണ്. നമസ്കാരം. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുമായുള്ള UDFന്റെ ഉഭയകക്ഷി ചർച്ച വൈകിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പിന്നിൽ എന്തായിരിക്കും UDF ലക്ഷ്യം വെച്ചിരിക്കുന്നത്? കൊടും ചതി എന്ന് തന്നെ പറയേണ്ടി വരും. UDFനെ സംബന്ധിച്ചിട്ട്, അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് മറ്റ് എല്ലാ പാർട്ടികളുമായിട്ടുള്ള ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇനി ആകെ അവശേഷിക്കുന്ന ഒരു പാർട്ടി എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പാണ്. ജോസഫ് ഗ്രൂപ്പിൻ്റെ പല നേതാക്കന്മാരും പല പ്രാവശ്യം തങ്ങളുമായിട്ടുള്ള സീറ്റ് ചർച്ചകൾ പൂർത്തിയാക്കണം, ഉഭയകക്ഷി ചർച്ച എന്താണ് വൈകുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായിട്ട് മുമ്പോട്ട് വരുന്നുണ്ട്. പരസ്യമായ പ്രതികരണത്തിന് അവർ തയ്യാറായിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് പർപ്പസ്ഫുള്ളി എന്ന് തന്നെ പറയേണ്ടി വരും. ജോസഫ് ഗ്രൂപ്പിനെ ചതിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ചകൾ വൈകിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റുമാനൂര്, കുട്ടനാട്, കോതമംഗലം, ഇടുക്കി, ഇരിങ്ങാലക്കുട, ഈ പ്രധാനപ്പെട്ട കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ 5 സീറ്റുകൾ കോൺഗ്രസ് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതിന് PJ ജോസഫ് സാറിനെ സംബന്ധിച്ച് PJ ജോസഫ് സാർ ഒരു നിശബ്ദ, അതല്ലെങ്കിൽ ഒരു മൗനാനുവാദം നൽകി എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. ഇത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ രാഷ്ട്രീയത്തിൽ എന്ത് ചലനങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളത് വലിയൊരു ചോദ്യമായിട്ട് ഇപ്പോഴും അവശേഷിക്കുകയാണ്. ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല, കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനകത്ത് വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ കോതമംഗലം സീറ്റ്, കോതമംഗലത്ത് കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഷിബു തെക്കുംപുറം നടത്തി വരുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് മറ്റ് ഒരു നിയോജക മണ്ഡലത്തിലും ഒരു UDFന്റെ നേതാവ് നടത്താത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം അവിടെ കാഴ്ചവെക്കുന്നുണ്ട്. UDF സമരങ്ങളുടെ എല്ലാം മുൻപന്തിയിൽ തന്നെ അദ്ദേഹമുണ്ട്. ഇപ്പോൾ അവിടെയുള്ള വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സമരങ്ങളുടെയൊക്കെ മുൻപന്തിയിൽ അദ്ദേഹമുണ്ട്. അദ്ദേഹം UDFന്റെ ജില്ലാ കൺവീനർ കൂടിയാണ്, എറണാകുളം ജില്ലാ കൺവീനർ കൂടിയാണ്. അപ്പോൾ എറണാകുളം ജില്ലയിൽ നടക്കുന്ന UDF സമരങ്ങളുടെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഷിബു തെക്കുംപുറം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഷിബു തെക്കുംപുറത്തെ മാറ്റിക്കൊണ്ട് അവിടെ മറ്റൊരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ കേരള കോൺഗ്രസിന് വേരോട്ടമുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ കോതമംഗലം എന്ന് പറയുന്നത്. അപ്പോൾ ആ കോതമംഗലത്ത് എന്ത് സംഭവിക്കുമെന്ന് സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്ന കാര്യമേ ഉള്ളൂ. അതുകൂടാണ്ട് തന്നെ കുട്ടനാടിൽ റെജി ചെറിയാനെ സംബന്ധിച്ചിട്ട് അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് അവിടെ ഇലക്ഷൻ പ്രചരണം ആരംഭിച്ചിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ വരുന്ന റെജി ചെറിയാനെയൊക്കെ മാറ്റിക്കൊണ്ട് അവിടെ കോൺഗ്രസിന് ഒരു സ്ഥാനാർത്ഥി വരുന്നൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ തരത്തിലുള്ള ഒരു പൊട്ടിത്തെറി കുട്ടനാട്ടിൽ ഉണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയമൊന്നുമില്ല. അതുകൂടാണ്ട് തന്നെ ഏറ്റുമാനൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിട്ട് അവരുടെ ഏറ്റവും അഭിമാന മണ്ഡലമാണത്. ആ മണ്ഡലം വിട്ടുകൊടുക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് പിന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ്? ആത്മാവ് നഷ്ടപ്പെട്ട ഒരു ശരീരം പോലെ ആവുന്ന കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ പിന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ. അതോടൊപ്പം തന്നെ ഇരിങ്ങാലക്കുടയെ സംബന്ധിച്ചിട്ട് തോമസ് ഉണ്ണിയാടൻ കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് അവിടെ പരാജയപ്പെടുന്നു എങ്കിലും അത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് അവകാശപ്പെട്ട ഒരു സീറ്റാണത്. ഒരുപക്ഷെ ഇരിങ്ങാലക്കുട കോൺഗ്രസ് തിരിച്ചെടുക്കുകയാണെങ്കിൽ മറ്റേതെങ്കിലും സീറ്റ് നൽകാൻ വേണ്ടിയിട്ട് തയ്യാറാവേണ്ടേ? പക്ഷേ മറ്റ് സീറ്റുകൾ നൽകാൻ തയ്യാറാവുന്നില്ല എന്ന് മാത്രമല്ല, ഈ സീറ്റുകളെല്ലാം കോൺഗ്രസ് തിരിച്ചെടുക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതുകൂടാണ്ട് തന്നെ ഇടുക്കി നിയോജക മണ്ഡലം എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ചിന്തിക്കാൻ സാധിക്കുമോ? ഇടുക്കി സീറ്റില്ലാത്തൊരു കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. ജയവും പരാജയവും ഒക്കെ രണ്ടാമത്തെ കാര്യമാണ്. പക്ഷേ ഇടുക്കി സീറ്റിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മത്സരിക്കാതെ അവിടെ കോൺഗ്രസ് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാലത്തെ അവസ്ഥ ആലോചിച്ച് നോക്കിക്കേ. പിന്നെ എന്തിനാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് എന്നൊരു പാർട്ടി എന്ന് അണികൾ നേതൃത്വത്തോട് ചോദിച്ചു തുടങ്ങത്തില്ലേ? കാരണം ഇത് പ്രധാനപ്പെട്ട 5 മണ്ഡലങ്ങളാണ് വിട്ടുകൊടുക്കുന്നത്. അതിന് പകരമായിട്ട് മറ്റൊരു മണ്ഡലവും കിട്ടുന്നില്ല. ആകെപ്പാടെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മത്സരിക്കാൻ പോകുന്ന 5 മണ്ഡലങ്ങളിലാണ്. അതിൽ തൃക്കരിപ്പൂരൊക്കെ എന്ത് വിജയസാധ്യതയാണുള്ളത്? പിന്നെയുള്ളത് ചങ്ങനാശ്ശേരിയും തിരുവല്ലയുമാണ്. കടുത്തുരുത്തി, തൊടുപുഴ, തൃക്കരിപ്പൂര്, ഈ 5 മണ്ഡലങ്ങളാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് കിട്ടുന്നത്. തൊടുപുഴയിലും കടുത്തുരുത്തിയിലും വിജയിച്ചേക്കാം. ചങ്ങനാശ്ശേരിയും തിരുവല്ലയും ഒക്കെ കനത്ത മത്സരം നടക്കുന്ന സ്ഥലമാണ്. തിരുവല്ലയെ സംബന്ധിച്ചിട്ട് പറയുന്ന സമയത്ത് തിരുവല്ലയിൽ ഇപ്രാവശ്യം അനൂപ് ആന്റണി കൂടി അവിടെ BJP സ്ഥാനാർത്ഥിയായിട്ട് വരുന്നൊരു സാഹചര്യമുണ്ട്. കനത്ത മത്സരമായിരിക്കും അവിടെ നടക്കാൻ വേണ്ടി പോകുന്നത്. മാത്യു ടി തോമസ് തന്നെയാണ് തിരുവല്ലയിൽ ഇപ്രാവശ്യവും സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ എവിടെ നിന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് കൂടുതൽ ആളുകളെ വിജയിപ്പിക്കുക? ഈ 5 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ 2 സീറ്റുകൾക്ക് മാത്രമേ വിജയസാധ്യതയുള്ളൂ. അതിൽ തൊടുപുഴ മാറ്റിവെച്ചു കഴിഞ്ഞാൽ കടുത്തുരുത്തിയിലൊക്കെ കടുത്ത മത്സരം ഉണ്ടാവും. നമ്മൾ കരുതുന്ന പോലെ അത്ര ഈസി വാക്ക് ഓവർ അല്ല കടുത്തുരുത്തിയിലുള്ളത്. അപ്പോൾ ഇത്രയും വലിയ രീതിയിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ
കോൺഗ്രസ് പാർട്ടി അവഗണിക്കുന്നതിന് പിന്നിലുള്ള ചേതോവികാരം എന്താണ്? ലീഗിന്റെ സമ്മർദ്ദമാണോ? അതോ മറ്റേതെങ്കിലും കോൺഗ്രസിനകത്ത് നുഴഞ്ഞു കയറിയിട്ടുള്ള മറ്റേതെങ്കിലും ശക്തികളുടെ ഒരു പ്രഷറാണോ? ഇത് കോൺഗ്രസ് വ്യക്തമാക്കണമല്ലോ. ഇന്നിപ്പോൾ തൃശ്ശൂർ രൂപത കോൺഗ്രസിനോട് സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം വി ഡി സതീശൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു വർഗീയതയ്ക്ക് പിന്നാലെയും ഞങ്ങൾ പോകില്ല, ഒരാളുടെയും അരമനയുടെ തിണ്ണ നിറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പോകില്ല എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ തൃശ്ശൂർ രൂപത പരസ്യമായിട്ട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസ് സീറ്റ് നൽകണമെന്ന്. അത് തൃശ്ശൂര്, മണലൂര്, പിന്നെ വേറെ ഏതോ ഒരു സീറ്റും കൂടി ഉണ്ട്, ഒല്ലൂരാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ 3 സീറ്റുകളിൽ സഭയുടെ സ്ഥാനാർത്ഥികളെ നിർത്തണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് കോൺഗ്രസിന്റെ ഗതികേടെന്ന് ആലോചിച്ച് നോക്കൂ. അതല്ലെങ്കിൽ സഭ കൃത്യമായ രീതിയിൽ പ്രതികരിക്കും, മറ്റു ഓപ്ഷൻസ് തേടും എന്നാണ് പറയുന്നത്. ആലോചിച്ച് നോക്കിക്കേ. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രിസ്ത്യൻ സമുദായത്തോട് കോൺഗ്രസിന് എന്തോ ഒരു അലർജി ഉള്ളതുപോലെ, അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. അതല്ലെങ്കിൽ പിന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനൊക്കെ ഇതേ രീതിയിൽ അവഗണിച്ച് മാറ്റി നിർത്തേണ്ട കാര്യമുണ്ടോ? രാഷ്ട്രീയമായിരിക്കാം, പക്ഷെ ഇത്രയും വലിയൊരു കൊടും ചതി അത് കാണിക്കാമോ? ഇതിന് കോൺഗ്രസ് പറയുന്ന ന്യായവാദങ്ങൾ എന്തൊക്കെയാണ്? കോൺഗ്രസ് പറയുന്ന ന്യായവാദങ്ങൾ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോൺഗ്രസിന്റെ സർവേ ടീമുകൾ, പല സർവേ ടീമുകളുണ്ട്, കനകോല് മാത്രമല്ല പല സർവേ ടീമുകളുണ്ട്. അപ്പോൾ ഈ സർവേ ടീമുകൾ ഓരോ മണ്ഡലാടിസ്ഥാനത്തിലും ഓരോ വാർഡ് തലത്തിലും ബൂത്ത് തലത്തിലുമൊക്കെ ഓരോ പാർട്ടിക്കുമുള്ള സ്വാധീനത്തെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള ഡാറ്റകൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് സ്വാധീന ശക്തി കുറഞ്ഞൊരു പാർട്ടിയാണ്, അല്ലെങ്കിൽ ആളുകളില്ലാത്ത പാർട്ടിയാണ് എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ആ വിലയിരുത്തൽ ശരിയാണെങ്കിൽ അത് തുറന്നു പറയട്ടെ. ഒരു കാര്യം നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും, 5 സീറ്റിലേക്കാണ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ചുരുങ്ങുന്നത് എങ്കിൽ ആ പാർട്ടിക്കകത്ത് പിളർപ്പുണ്ടാവും. മോൻസി ജോസഫ് MLA ഒക്കെ ഈ ഒരു കോൺഗ്രസിന്റെ തീരുമാനത്തെ അംഗീകരിക്കുമെന്ന് നമുക്ക് കരുതാൻ വേണ്ടി സാധിക്കത്തില്ല. ആണത്തം പണയം വെച്ചിട്ട്, അല്ലെങ്കിൽ ആത്മാഭിമാനം പണയം വെച്ചിട്ട് എന്ത് രാഷ്ട്രീയം? രാഷ്ട്രീയം അവസരങ്ങളുടെ കലയാണ് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷെ ആത്മാഭിമാനം പണയപ്പെടുത്തി എന്തിന് നിൽക്കണം UDF എന്നൊരു ചോദ്യം ഉയർത്തില്ലേ? തോറ്റാൽ അങ്ങോട്ട് തോക്കട്ടെ എന്ന് വെക്കണം, അതല്ലേ ശരി? ഇപ്പൊ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ ഉത്തരിക്കുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമൊന്നുമല്ല. പക്ഷെ ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തില്ല, കോൺഗ്രസ് ഈ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനോട് ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് കടുത്ത അനീതിയാണ്. 2020 കോൺഗ്രസ് കേരള കോൺഗ്രസ് എമ്മിനോട് കാണിച്ച അതേ ചതി, അതേ വഞ്ചന, അതാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനോടും. ഈ കേരള കോൺഗ്രസ് പാർട്ടികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കേരള കോൺഗ്രസിന്റെ ശത്രു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളി എന്ന് പറയുന്നത് ഒരിക്കലും CPM അല്ല, BJP അല്ല, കോൺഗ്രസ് തന്നെയാണ്. കൂട്ടത്തിൽ നിർത്തി കൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് കോൺഗ്രസ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് കൂടി UDF ഇടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ അവശേഷിക്കുന്ന കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പ് മാത്രമാണ്. ജേക്കബ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിറവത്തുനിന്ന് ആരംഭിച്ച് പിറവത്ത് അവസാനിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ UDFനെ സംബന്ധിച്ചിട്ട് UDF പലയിടങ്ങളിലും വിസ്മയം തീർക്കും എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ പല സ്ഥലങ്ങളിൽ നിന്നും ഒരുപാട് പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയൊക്കെ മാടി വിളിച്ചു കൊണ്ടുവരുന്നു, അവർക്ക് സീറ്റ് നൽകുന്നു. ഈ സമയത്ത് സ്വന്തം കൈവശം ഉള്ള ആളുകൾ പുറത്തു പോകാതെ കൂടി കോൺഗ്രസ് സൂക്ഷിക്കേണ്ടതുണ്ട്. ഇപ്പൊ അമ്പലപ്പുഴയിൽ G സുധാകരനെ നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കഠിന ശ്രമത്തിലാണ് കോൺഗ്രസ് നേതാക്കന്മാർ. ഞാനൊന്ന് പറയട്ടെ, അമ്പലപ്പുഴയിൽ മത്സരിക്കാൻ വേണ്ടിയിട്ട് എത്രയോ വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പൊ ഞാൻ പറയട്ടെ, കുട്ടനാട്ടിലോ അല്ലെങ്കിൽ അമ്പലപ്പുഴയിലോ മത്സരിക്കാൻ ആഗ്രഹമുള്ള ആളല്ലേ അഡ്വക്കേറ്റ് അനിൽ ബോസ് എന്ന് പറയുന്നത്. ഈ അഡ്വക്കേറ്റ് അനിൽ ബോസ് ഒക്കെ എത്ര വർഷങ്ങളായിട്ട് ഈ ചാനൽ ചർച്ചകളിൽ വന്നിട്ട് ഈ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയിട്ട് തൊണ്ട കീറിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അദ്ദേഹത്തെയൊക്കെ പരിഗണിക്കാതെ ഈ ഇന്നലെ വരെ എതിർത്തിരുന്ന രാഷ്ട്രീയ സംവിധാനത്തിൽപ്പെട്ട ആളുകളെയൊക്കെ ഈ UDFൽ കൊണ്ടുവന്ന് UDFൽ മത്സരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നത്? അതായത് ഇന്നലെ വരെ PK ശശി തീവ്രത കുറഞ്ഞ പീഡനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ട്രോളിക്കൊണ്ടിരുന്ന കോൺഗ്രസ്സുകാർക്ക് നാളെ PK ശശി സിന്ദാബാദ് എന്ന് വിളിക്കേണ്ട ഒരു ഗതികേടിനെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്ക്. എന്ത് രാഷ്ട്രീയ പോരാട്ടമാണ് ഇവർ നടത്തുന്നത്? അതായത് UDFൽ എത്തിക്കഴിഞ്ഞാൽ ഇവരെല്ലാം പുണ്യവാളന്മാരാവും, PK ശശി പുണ്യവാളനായിട്ട് മാറും. അതാണ് അവസ്ഥ. അതുകൊണ്ട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ സംബന്ധിച്ചിട്ട് PK ശശി LDF വിട്ട് അല്ലെങ്കിൽ CPM വിട്ട് UDFന്റെ കൂടെ അണയുന്ന സമയത്ത് PJ ജോസഫ് ഒരു പക്ഷേ UDF വിട്ട് LDFലേക്ക് എത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ സാധ്യത നമുക്ക് തള്ളിക്കളയാൻ വേണ്ടി സാധിക്കത്തില്ല. ഒരുപക്ഷെ PJ ജോസഫ് സാർ പോകുമെന്ന് നമുക്കറിഞ്ഞുകൂടാ. എങ്കിലും മറ്റ് ചില ആളുകൾ വളരെ ഗൗരവമായ ചർച്ചകൾ ആ പാർട്ടിക്കകത്ത് ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികളും വാർത്തകളും നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു കാര്യം നമുക്ക് പറയാതിരിക്കാൻ വേണ്ടിയിട്ട് വയ്യ, കോൺഗ്രസ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ ചതിച്ചിരിക്കുകയാണ്. ഇതൊരു കൊടും വഞ്ചനയാണ്. ഈ കൊടും വഞ്ചനയോട് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ പ്രവർത്തകർ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കാം.